ഗൗതമൻ്റെ യാത്ര ദുഃഖങ്ങൾ പരിഹരിക്കാനുള്ള സത്യം എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള യാത്ര. കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരവുമായി ബന്ധപ്പെട്ട എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷം രാജഗൃഹത്തിൽ മഗധയുടെ തലസ്ഥാനമാണതെന്ന് എത്തിച്ചേർന്നതിന് ശേഷം ബിംബിസാര രാജാവിനെ കണ്ട് ഏകനായി അവിടെ നിന്ന് യാത്രയാവുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം എത്തിച്ചേരുന്നത് ചില ദിവസങ്ങളിലെ കാൽനട യാത്രയ്ക്ക് ശേഷം ഉരുവേലയിലാണ്. അന്നത്തെ ഉരുവേല എന്ന് പറയുന്നത് ഇന്നത്തെ ബുദ്ധഗയയാണ്. സാമാന്യം വലിയ വനപ്രദേശങ്ങളുള്ള നിരഞ്ജന നദിയുടെ തീരം മുതൽ സമതല പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഉരുവേല, ഇന്നത്തെ ബുദ്ധഗയ. അവിടെ അദ്ദേഹത്തിന് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ധാരണ, തന്നെ സഹായിക്കാൻ ഒരുപക്ഷെ നാട്ടിലാർക്കും കഴിയാത്തതോ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്ക് അറിയാത്തതോ ആയ കാര്യങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കാട്ടിൽ ജീവിക്കുന്ന ഋഷിമാർക്കറിയാമായിരിക്കും. ഈ ബുദ്ധ ജീവിതത്തിലുടനീളം അദ്ദേഹം കാട്ടിൽ കഴിയുന്ന ആർഭാടങ്ങളിൽ അഭിരമിക്കാത്ത, അറിവ് വിൽക്കാത്ത, എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിമാരോട് ബഹുമാനം ജീവിതത്തിലുടനീളം പുലർത്തിയ ഒരാളായിരുന്നു സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ ഗൗതമൻ. അപ്പോൾ അദ്ദേഹം കാട്ടിലെവിടെയെങ്കിലും ആശ്രമങ്ങളുണ്ടോ, മരത്തിൻ്റെ തണലിൽ മാത്രം ഏതെങ്കിലും തരത്തിൽ പ്രകൃതിയെ പീഡിപ്പിക്കാതെ ജീവിക്കുന്ന സന്യാസിമാരുണ്ടോ എന്നന്വേഷിച്ചു. 2 പേരെയാണ് കാട്ടിൽ ഗൗതമൻ കണ്ടെത്തുന്നത്. ഒരാളിൻ്റെ പേര് പാലി സാഹിത്യത്തിൽ പറയുന്നത് ആലാരകാലാമൻ എന്നാണ്. രണ്ടാമത്തെ ആൾ ഉദ്ദകരാമപുത്തനാണ്. ഈ ആലാരകാലാമനാണ് ഒരുപക്ഷെ ബുദ്ധൻ്റെ ബുദ്ധിയെയും ആ ബുദ്ധിയേക്കാൾ കൂടുതൽ ബുദ്ധനിൽ നിക്ഷേപിക്കപ്പെട്ട കാരുണ്യത്തെയും ആദ്യമായി കണ്ടെത്തുന്നത്. അദ്ദേഹത്തിനറിയാവുന്ന വേദോപനിഷത്ത് രഹസ്യങ്ങളെല്ലാം, തത്വങ്ങളെല്ലാം ഗൗതമന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഗൗതമനോടുള്ള ഇഷ്ടം കൊണ്ട് ഗൗതമനോട് പറയുന്നത്, കഴിയുമെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ പഠിപ്പിച്ച് ഇവിടെ എന്നോടൊപ്പം ഗുരുവായി കഴിയുകയെന്നാണ്. പക്ഷെ ഗൗതമൻ അതിന് നിൽക്കുന്നില്ല. ഗൗതമൻ പറയുന്നത്, ഞാൻ അന്വേഷിച്ച് വന്ന അറിവുകളിൽ ചിലതൊന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തേടി വന്നത് മുഴുവൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ നേടിയെടുത്തത് മുഴുവൻ എനിക്ക് നിങ്ങൾ പകർന്നു തന്നു. അതിൽ നിങ്ങളോട് എനിക്ക് ഒരു നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സത്യത്തിൽ ഇപ്പോഴും നിങ്ങളുടെ അറിവ് കൊണ്ട് തൊടാൻ എനിക്ക് കഴിയുന്നില്ല. ഉദ്ദകരാമപുത്തനോടും ഗൗതമൻ ഇത് തന്നെ പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ എനിക്ക് തന്നു, അതിൽ നന്ദിയുണ്ട്. പക്ഷെ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അറിവിൻ്റെ വിശപ്പ് തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ തന്നതെല്ലാം ഞാൻ തുള്ളി പോലും ചോരാതെ കഴിച്ചു. ആ നന്ദി പ്രകടിപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. സത്യത്തിൽ ഇവിടെയാണ് ആരാണ് വിദ്യാർത്ഥി എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായി ഉത്തരമില്ലാത്ത നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെയും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും ഇടയിൽ ഗൗതമൻ ഒരു മാതൃകയാവുന്നത്. ഗൗതമൻ ആവശ്യമുള്ളത് ഗൗതമൻ്റെ സുഖജീവിതത്തിനല്ല, നാടിൻ്റെ സുഖജീവിതത്തിനാണ്, നാടിൻ്റെ സന്തോഷത്തിനാണ്. ആ നാടിൻ്റെ സന്തോഷത്തിന് വേണ്ടി അറിവ് തേടുന്നവനാണ് ഗൗതമൻ. നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിവ് തേടുന്നത് അവരെ സന്തോഷത്തിനാണ്, അല്ലെങ്കിൽ അവരെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനാണ്, അല്ലെങ്കിൽ അവരെ ചുറ്റുപാടുകളുടെ സന്തോഷത്തിനാണ്. ലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അറിവ് തേടുന്നവർക്ക് ഇത് പോരാ എന്ന് തോന്നും. അന്നത്തെ ഈ ആലാരകാലാമനും ഉദ്ദകരാമപുത്തനുമെല്ലാം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അറിവുള്ളവരാണ്. അവരെ സംബന്ധിച്ചും അവർ വലിയ അറിവുള്ളവരാണ്.
അവർക്ക് തന്നെ ഈ കുട്ടി ഗൗതമൻ യൗവനത്തിൽ എനിക്ക് ഞാൻ തേടിയത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഗുരുക്കന്മാർക്ക് ആ കുട്ടിയിൽ ഒരു അത്ഭുതം തോന്നിയത്. അതുകൊണ്ട് അവസാനം ആലാല കാലാമൻ പറയുന്നത്, നീ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അറിവെല്ലാം ജ്ഞാനമാക്കി മാറ്റുന്ന, സ്വയം അതിൽ ചിലത് ചേർക്കുന്ന, ലോകത്തിൽ ആർക്കും കഴിയാത്ത ഒരാളായി മാറാം. അതുകൊണ്ട് നിന്നെ ഞാൻ സന്തോഷത്തോടു കൂടി യാത്രയാക്കുന്നതാണ്. ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളെ ഈ അറിവ് തേടാൻ ഗൗതമന് കൂട്ടുകാരനായി കിട്ടുകയാണ്. ആ ആളിൻ്റെ പേരാണ് കൊണ്ടണ്ണ എന്ന്. അദ്ദേഹം ഒരു ബ്രാഹ്മണ ബാലനല്ല, യുവാവായിരുന്നു. അവസാനം വരെ ബുദ്ധനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടായി കിട്ടി. അവരാ കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞ് സഞ്ചരിക്കുകയാണ്. അലഞ്ഞ് സഞ്ചരിക്കുമ്പോഴാണ് അവർക്ക് മറ്റ് 4 കൂട്ടുകാരെ കൂടി കിട്ടുന്നത്. അതിലൊരാൾ അശ്വജിത്താണ്, ഒരാൾ ഭാഭ്യനാണ്, ഒരാൾ മഹാനന്ദനാണ്, ഒരാൾ വാപസ്യനാണ്. ഇവരെല്ലാം ആ കാലത്തെ ശ്രവണ ഗുരുക്കന്മാരുടെ രീതികൾ അവലംബിച്ച് ജീവിതം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ച, സുഖങ്ങളെല്ലാം വെടിഞ്ഞ, സമ്പത്തെല്ലാം ഉപേക്ഷിച്ച, ബന്ധുക്കളെയെല്ലാം വിട്ടുപോന്ന, കാടുകളിൽ തന്നെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഒരുതരം സുഖമായി അനുഭവിച്ച് നടക്കുന്നവരാണ്. ഇവരെല്ലാം എങ്ങനെ, ഈ കൊണ്ടെണ്ണ ഒഴിച്ച് ബാക്കി 4 പേരും എങ്ങനെ ഇവിടെ വെച്ച് ഒത്തുകൂടി എന്നതൊക്കെ പാലി സാഹിത്യം പോലും അത്ര വ്യക്തമായി, അതിൽ തർക്കങ്ങളുണ്ട്. പക്ഷേ അവർ 5 പേര് പിന്നെ ഗൗതമനും ഒരുമിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് അന്വേഷിക്കുമ്പോൾ അവർ കാടാണ് തിരഞ്ഞെടുത്തത്. നാടിൽ അന്വേഷണത്തിന് പോകുമ്പം നമുക്കൊരുപാട് നാണമുണ്ട്. തുണി ഉടുക്കാതിരുന്നാൽ നമുക്ക് മാനക്കേട് തോന്നും, ആഹാരം കഴിക്കാതിരുന്നാൽ നമുക്ക് മാനക്കേട് തോന്നും, കുളിക്കാതിരുന്നാൽ നമുക്ക് വിഷമം തോന്നും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുക്കം നടക്കാതിരുന്നാൽ നമുക്ക് വിഷമം തോന്നും. ഈ വിഷമങ്ങളെല്ലാം മനുഷ്യനില്ലാതാവുന്ന, മൃഗത്തിനും പക്ഷിക്കും ഇലയ്ക്കും പാമ്പിനും എല്ലാം ഇല്ലാതാകുന്ന, മനുഷ്യൻ അതിൻ്റെ ജീവിത സാഹചര്യങ്ങളോട്, പ്രകൃതി സാഹചര്യങ്ങളോട് കൃത്യമായി പൊരുത്തപ്പെടുന്ന ഒരിടം കാടാണ്. ഇന്ത്യയിലും പണ്ടങ്ങനെയായിരുന്നു. ഇന്ത്യയിലെ മഹാസന്യാസിമാരെല്ലാം അവരുടെ അറിവുകൾ ശേഖരിച്ചതും അത് വിൽക്കപ്പെടാതിരുന്നതും അതകത്ത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചതും കാട്ടിലാണ്. അങ്ങനെയാണ് നമ്മുടെ ആരണ്യങ്ങൾ ഉണ്ടാകുന്നത്. വേദാന്തത്തിന് തൊട്ടു മുമ്പുള്ള സംരക്ഷിക്കപ്പെട്ട, വിൽക്കപ്പെടാത്ത അറിവുകളായി അത് ഇന്ത്യയിൽ നിന്നു. അപ്പോൾ ഇവർ 6 പേരും, ഈ 5 പേരും ഗൗതമനും അവരെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മൃഗങ്ങൾ നമ്മളെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ കാട്ടിൽ നമ്മൾ മൃഗങ്ങളെ പോലെ ആവണം. ഈ സുഗതകുമാരി ടീച്ചറൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാഗം അതാണ്. നമ്മൾ ആക്രമിക്കുന്ന പേടി കൊണ്ടാണ് ഒരു പട്ടി നമ്മളെ ആക്രമിക്കുന്നത്. നമ്മളടിക്കുമെന്ന പേടി കൊണ്ടാണ് ഒരു പാമ്പ് നമ്മളെ ആക്രമിക്കുന്നത്. നമ്മളെ പേടിയില്ലെങ്കിൽ അവർ നമ്മളെ ആക്രമിക്കല്ല. അപ്പം അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാവും. സുഹൃത്തുക്കളായി മാറിയാൽ അവരുടെ ഭാഷ നമുക്കും നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാവും. അപ്പം കാട്ടിലൂടെ നടക്കുമ്പോൾ തന്നെ ഈ 6 പേരും അങ്ങനെ തീരുമാനിച്ചു. നാട്ടിൽ നിന്ന് ശരിയായ അറിവ് കിട്ടുകയല്ല, നഗരത്തിൽ നിന്ന് ഒട്ടും കിട്ടുകയല്ല. നഗരത്തിൽ കുറച്ച് അഹങ്കാരമേ കിട്ടൂ, പരസ്പര തർക്കങ്ങളെ കിട്ടൂ. നാട്ടിൽ കുറച്ച് കിട്ടും മൂല്യങ്ങൾ, പക്ഷെ എല്ലാ മൂല്യങ്ങളും, പ്രകൃതിയുടെ എല്ലാ സ്വഭാവങ്ങളും മൂല്യങ്ങളും നിയമങ്ങളും, പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നമ്മുടെ ഹൃദയം വിശാലമാവുന്നതും ഒരിടത്തേ ഉണ്ടാവും. അത് കാട്ടിലാണ്. കാട്ടിൽ അങ്ങനെ അവർ കാട്ടിലെ മറ്റ് ജീവികളെപ്പോലെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അതിൽ ഈ കോടണ്ണനാണ് ഗൗതമനോട് പറയുന്നത്, ഈ കാലത്ത്, അതായത് ബുദ്ധനേക്കാൾ കുറച്ച് പ്രായം കൂടിയൊരു ഗുരുവാണ്, ബുദ്ധൻ്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന, പക്ഷെ അവർ പരസ്പരം കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്, വർത്തമാന മഹാവീരൻ. ജിനൻ എന്ന് പറഞ്ഞാൽ നേതാവായി കഴിഞ്ഞയാളാണ്. അദ്ദേഹത്തിൻ്റെ കഥ ഈ കോടണ്ണൻ ബുദ്ധനോട് പറയുന്നത്, അദ്ദേഹം ഇതുപോലെ തന്നെ ബുദ്ധനെ പോലെ തന്നെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നയാളായിരുന്നു.
ഒരു വലിയ പ്രഭു കുടുംബത്തിലെ ആളാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചാലേ പ്രകൃതിയിലെ ചിലത് സ്വീകരിക്കാനുള്ള, അപേക്ഷ കൊടുക്കാനുള്ള യോഗ്യത നേടും. പ്രകൃതിയിലെ ചിലത് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് അറിവിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു പടികയറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് പ്രകൃതിയിൽ തന്നെ നമ്മൾ തേടണം. അപ്പം നമ്മൾ പ്രകൃതിയിലെ ഒരാളാവണം. അപ്പോൾ അദ്ദേഹം പ്രകൃതിയിലെ ഒരാളാവാൻ എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് വർത്തമാന മഹാവീരൻ അവിടെ നിന്ന് ഒരു തോർത്ത് മാത്രം ഉടുത്ത് സമ്പത്തെല്ലാം പാവങ്ങൾക്ക് ദാനം ചെയ്ത് തനിക്കുണ്ടായിരുന്ന അധികാരമെല്ലാം ബന്ധപ്പെട്ടവർക്ക് കൊടുത്ത് അതുമായി അനുബന്ധിച്ചുണ്ടായിരുന്ന തൻ്റെ മറ്റ് അറിവുകളെല്ലാം എല്ലാവരുമായി പങ്കുവെച്ച് പുതിയ അറിവ് നേടി എടുക്കാൻ വേണ്ടി താൻ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്ത് അദ്ദേഹം പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് വളർന്നു നിന്ന ഒരു മുൾച്ചെടി ഈ തോർത്തുമുണ്ടിൽ ഒന്നുടക്കി. അപ്പോഴദ്ദേഹത്തിന് തോന്നി ഈ മുൾച്ചെടി താൻ ഉടുത്തിരിക്കുന്ന മുണ്ട് തനിക്ക് തെറ്റായ ഒരു സമ്പാദ്യമാണെന്ന് കരുതി അത് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ആ തോർത്ത് ഉരിഞ്ഞ് ആ മുൾച്ചെടിയിൽ മൂടി ദിഗംബരനായിട്ടാണ് യാത്രയാവുന്നത്. ഇന്നും ഇന്ത്യയിൽ ജൈന സന്യാസിമാരിൽ ഒരു പങ്ക് ദിഗംബരന്മാരാണ്. അവർ ഭൂമിയിലുള്ളതൊന്നും ഉപയോഗിക്കുകയില്ല. പണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഭൂമിയിൽ ചവിട്ടുന്നത് പോലും ഒരു ദിഗംബര സന്യാസിക്ക് തെറ്റായ ഒരു കാര്യമാണെന്ന് കരുതി മരത്തിലിരുന്ന ഒരു ദിഗംബര നഗ്ന സന്യാസിയെ പോയി തൊഴുത് അനുഗ്രഹം മേടിച്ച അദ്ദേഹം കൈകൊണ്ട് പോലും തൊട്ടില്ല. കാലുകൊണ്ട് ചെന്ന മന്ത്രിയുടെ തലയിലൊരു ചവിട്ടെന്ന് പറയാം, എന്നാൽ കാലുകൊണ്ടൊരു തലോടൽ കൊടുത്തു. അങ്ങനെ അനുഗ്രഹിച്ചു. അപ്പം അങ്ങനെ ഒരു നാടാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ചില ജൈന സന്യാസിമാരെങ്കിലും ഈ ദിഗംബര സ്വഭാവമുള്ളവർ എല്ലാത്തിനും ജീവനുണ്ടെന്ന് കരുതി വിത്തിനും അകത്തൊരു ജീവൻ കുടികൊള്ളുന്നത് കൊണ്ട് അവർ അരി ആഹാരം പോലും കഴിച്ചില്ല. അടർന്നു വീഴുന്ന പഴങ്ങളും ഒഴുകിപ്പോകുന്ന ജലവും മാത്രം കഴിച്ച് ജീവിച്ച സന്യാസിമാർ, ആ സന്യാസിമാർക്ക് നേതൃത്വം നൽകിയ തീർത്ഥങ്കരന്മാരിൽ ഒരാളാണ്. അവസാനത്തവൻ എന്ന് പറയുന്ന ആളാണ് വർദ്ധമാന മഹാവീരൻ. അപ്പോൾ ഈ വർദ്ധമാന മഹാവീരൻ്റെ കഥ ബുദ്ധനോട് കോടണ്ണൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ജീവിച്ചാലേ പ്രകൃതിയിൽ ഏതെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന സത്യമുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റൂ. നമുക്ക് നഗരത്തിലെ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പുതിയ അറിവ് കിട്ടാൻ പ്രയാസമാണ്. അവർ ഉള്ള അറിവ് മാത്രം ശേഖരിച്ച് വെച്ചവരാണ്. നാട്ടിൽ നിന്നും ഒരു പുതിയ അറിവ് കിട്ടാൻ പ്രയാസമാണ്. കാരണം അവരും ഉള്ള അറിവിൻ്റെ അടിമകളാണ്. പുതിയ അറിവ് കിട്ടണമെങ്കിൽ കാട്ടിൽ നടക്കണം. കാട്ടിൽ വെറുതെ നടന്നാൽ പോരാ. കാട്ടിലെ പ്രകൃതി മറ്റ് ജീവജാലങ്ങൾ എങ്ങനെ നടക്കുന്നോ, അവർ പ്രകൃതിയുമായി എങ്ങനെ ചേരുന്നോ അങ്ങനെ നടക്കണം. അപ്പോൾ അവരെല്ലാം സാമാന്യം നഗ്നരാണ്. അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അങ്ങനെ നടന്നപ്പം ഈ സത്യം കണ്ടെത്താൻ വേണ്ടിയുടെ അലച്ചിലിൽ അവരാഹാരം മറന്നു, അവർ കുളി മറന്നു, അവർ വെള്ളം കുടിക്കുന്നത് മറന്നു, അവർ കിടന്നുറങ്ങുന്നത് മറന്നു. എവിടെയെങ്കിലും നടന്ന് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങി വീണു പോകുമ്പോൾ അവിടെ ഉറങ്ങി. ഏതെങ്കിലും ആഹാരം ഏതെങ്കിലും മരം ഇവർക്ക് വേണ്ടി താഴെ വീഴ്ത്തിത്തരുമ്പോൾ മാത്രം കഴിച്ചു. ഒഴുകുന്ന വെള്ളം മാത്രം പുഴയിൽ നിന്ന് കുളിച്ചു. അങ്ങനെ അവർ ജീവിച്ച് സ്വയം പീഡനത്തിൻ്റെ പാരമ്യതയിലാണ് അവർ സത്യത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അവരുടെ വിശ്വാസം എത്രത്തോളമാണോ ശരീരത്തെ പീഡിപ്പിക്കുന്നത് അത്രത്തോളമായിരിക്കും അന്വേഷിക്കാനുള്ള തൻ്റെ അന്വേഷണ ബുദ്ധി ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അലഞ്ഞലഞ്ഞ് ജീവിച്ച് അവർ സ്വാഭാവികമായി അവർ ഒന്നിനെയും ഭയപ്പെട്ടില്ല. പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും അവർ ബന്ധുവായി കണ്ടു.
അപ്പം ശരീരം അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു, മെലിഞ്ഞുണങ്ങി. അവർ നടക്കുമ്പോൾ നടക്കുകയാണോ പറക്കുകയാണോ എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ അവർ മെലിഞ്ഞുണങ്ങി. അവരുടെ വയറ് അങ്ങോട്ട് വലിഞ്ഞ് 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 നട്ടലിനോട് പറ്റിച്ചേർന്നു. അവരുടെ വാരിയെല്ലുകൾ ഉയർന്ന് ചോദ്യം ചോദിക്കുന്നത് പോലെ, അവരോട് തന്നെ എല്ലുകൾ ഏതോ ചോദ്യം ചോദിക്കുന്നത് പോലെ ഉയർന്നു നിന്നു. അവർക്ക് എന്നിട്ടും വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസം കൊണ്ടോ അവർ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം വന്നു ചേർന്ന് ദുഃഖം അകത്തുകൂടി അവരുടെ ജീവിതം തെറ്റാണെന്നവർ വിചാരിച്ചില്ല. പക്ഷേ അവർ കരിയില പോലായി. അങ്ങനെ കരിയില പോലായി നടക്കുന്ന കാലത്തും അവർ അലഞ്ഞ് നടന്നുകൊണ്ടേയിരുന്നു. ചിലയിടത്തവർ കരിയില പോലെ വീണ് ഉറങ്ങി പിന്നെയും എണീറ്റ് നടന്നുകൊണ്ടേയിരുന്നു. അതിൽ എല്ലാവരും സ്വയം പീഡനത്തിൻ്റെ വഴിയിൽ രാജാക്കന്മാരായിരുന്നെങ്കിലും ആ രാജാക്കന്മാരുടെ കൂട്ടത്തിലെ ചക്രവർത്തി ഗൗതമനായിരുന്നു. അപ്പം ഗൗതമൻ പരമാവധി ക്ഷീണിച്ചു. ഗൗതമനെ കണ്ടാൽ ഇനി വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും ഒരു മാംസത്തുണ്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുലിയോ കടുവയോ ഗൗതമനെ കണ്ടാലും ഗൗതമൻ്റെ ശരീരത്തിൽ ഒരു തുണ്ട് മാംസം, കടുകോളം മാംസം അതിനെടുക്കാൻ ഇല്ലെന്നതിന് ബോധ്യമാവും. അപ്പം പിന്നെ ആക്രമിക്കാൻ ഒരുങ്ങിയല്ല. അപ്പം അങ്ങനെ ജീവിച്ച ഗൗതമനും ഗൗതമൻ്റെ കൂട്ടുകാരും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഗൗതമൻ ആ ഉരുവേല വനത്തിനരികിലെ ഒരു നടവഴിയിൽ അദ്ദേഹം ബോധമറ്റു വീണു. കാരണം ശരീരത്തിൻ്റെ ഓരോ സെല്ലും ഏതെങ്കിലും ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു അംശമെങ്കിലും ആഗ്രഹിക്കുന്നത് പോലെ ശരീരത്തിൽ നിന്ന് ഇത് കിട്ടിയില്ലെങ്കിൽ പ്രാണൻ പറന്ന് പുറത്തു പോകുമെന്ന ഘട്ടത്തിൽ ബോധം കെട്ട് ഗൗതമൻ വീണു. ഗൗതമൻ വീണ് ബോധമില്ലാതെ തൻ്റെ ശരീരത്തിനകത്തെ പ്രാണനും ആ പ്രാണനെ താങ്ങി നിർത്താനുള്ള ശരീരത്തിൻ്റെ കൊതിയും തമ്മിലൊരു അന്ത്യയുദ്ധം നടക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ബോധമറ്റ് ഒരു ഇടവഴിയിൽ ഗൗതമൻ വീണ് കിടക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ഒരുവേല ഗ്രാമത്തിലെ ഗ്രാമമുഖ്യൻ്റെ മകളായ സുജാത ഈ ബുദ്ധചരിത്രത്തിലെ ഒരു വളരെ സുപ്രധാനമായ ഒരു കഥാപാത്രമാണ്. സുജാത അവരുടെ വിശ്വാസമനുസരിച്ച് വനദേവതയായിരിക്കുന്ന അവരുടെ വിശ്വാസമുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ ആ ദേവിക്ക് നേദിക്കാനുള്ള പാൽക്കഞ്ഞിയും അവർക്ക് അർച്ചനയ്ക്കുള്ള പൂക്കളുമായി വരികയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു മെലിഞ്ഞുണങ്ങിയ എന്നാൽ ചെറുപ്പക്കാരനായ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടത്. സ്വാഭാവികമായി ഈ 13 വയസ്സുള്ള കുട്ടിക്ക് ഒരു സംശയം തോന്നി. ഈ ആൾ ഒരുപക്ഷെ ഒരു തുള്ളി പാൽക്കഞ്ഞി കിട്ടാത്തത് കൊണ്ടോ വെള്ളം കിട്ടാത്തത് കൊണ്ടോ ഇങ്ങനെ ബോധമറ്റ് കിടക്കുന്നതാവും. പക്ഷെ താൻ കൊണ്ടുവന്ന പാൽക്കഞ്ഞി വനദേവതയ്ക്കുള്ളതാണ്. അപ്പോൾ 13 വയസ്സുള്ള ഒരു കൊച്ചിന് ഒരു സംശയം തോന്നി, ഇതവിടെ കൊണ്ടുപോയി ദേവിക്ക് കൊടുക്കണോ അതോ ഇയാൾക്ക് കൊടുക്കണോ? ആ കുട്ടിയുടെ 13 വയസ്സുള്ള മനസ്സിലെ ഒരു കാരുണ്യബോധം ആ കുട്ടിയെ ദേവിയെ തൽക്കാലം മറക്കാനും ഈ ബോധമറ്റ് കിടക്കുന്ന ചെറുപ്പക്കാരന് ആ പാൽക്കഞ്ഞി കൊടുക്കാനും തീരുമാനമെടുപ്പിച്ചു. അങ്ങനെ സുജാത ആ പാൽക്കഞ്ഞി ഇറ്റിച്ച് ഈ ഗൗതമൻ്റെ ചുണ്ടിൽ വീഴ്ത്തി. അപ്പോഴാ ചുണ്ട് വിടർന്നു. അയാൾ കണ്ണു തുറന്നു. അയാൾക്ക് സംസാരിക്കാൻ കേൾപ്പില്ലെങ്കിലും കണ്ണുകൊണ്ട് അയാൾ സുജാതയെ നോക്കി ആഹാരം തരൂ എന്ന് ആവശ്യപ്പെടുന്നത് പോലെ സുജാതയ്ക്ക് തോന്നി. സുജാത ആ എല്ല് മാത്രമുള്ള രൂപത്തെ അദ്ദേഹം കിടന്നിരുന്നിടത്ത മരത്തിൽ ചാരിയിരുത്തി ആ പാൽക്കഞ്ഞി മുഴുവൻ ഗൗതമന് കൊടുത്തു. സ്വാഭാവികമായി ഗൗതമൻ്റെ അകത്ത ജീവൻ പുറത്തു പോകാൻ വേണ്ടി വാതിലിനടുത്തേക്ക് എത്തിയത് തിരിച്ചു വന്ന് ആ ശരീരത്തിൽ തന്നെ കുടികൊണ്ടു.
എന്നിട്ട് അദ്ദേഹം പതുക്കെ നന്ദി പറഞ്ഞു, ചെറിയ ശബ്ദത്തിൽ. അത് സുജാതയ്ക്ക് മനസ്സിലായി. സുജാത അദ്ദേഹത്തോട് എന്താണ് ഏതാണെന്നൊന്നും കൂടുതൽ ചോദിച്ചില്ല. അദ്ദേഹം അങ്ങനെ ചുണ്ടനക്കി കണ്ണുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി നിൽക്കുമ്പോൾ സുജാത പറഞ്ഞു, നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായി ആഹാരം കണ്ടിട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ആഹാരം വളരെ വളരെ മാസങ്ങളായോ അല്ലെങ്കിൽ അതിലും മുമ്പേയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാവില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്കുള്ള ആഹാരവുമായി വരാം. ഞാൻ ഗ്രാമമുഖ്യൻ്റെ മകളാണ്. ഗൗതമൻ തലയാട്ടി. കൊണ്ടുവരാൻ അനുവാദം കൊടുക്കുന്ന മട്ടിൽ തലയാട്ടി. ഗൗതമൻ ഒരു കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളറകളിൽ നിന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെയും തലച്ചോറിനെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന കണ്ണികളെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഗൗതമൻ ഒരു കാര്യം മനസ്സിലായത്, ഒരുപാട് പുറത്തുള്ളവരെ പീഡിപ്പിക്കുന്നതും തന്നെ പീഡിപ്പിക്കുന്നതും തെറ്റാണ്. അതായത് പീഡനമെന്ന് പറയുന്നത് രണ്ടും പീഡനമാണ്. നമുക്കൊരു വ്രതമൊക്കെ എടുക്കാം, നമുക്ക് ചിട്ടയെല്ലാം വരുത്താം, പക്ഷേ നമ്മളെ പീഡിപ്പിക്കരുത്. അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ളതിനെയും മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും പ്രകൃതിയെയും പീഡിപ്പിക്കരുത്. സത്യത്തിൽ സർവ്വതും കൈയടക്കുന്ന ഒരു രാജാവും ഒന്നും എടുക്കാത്ത ഒരു യാചകനും രണ്ടും തെറ്റാണ്. ഭൂമിയിൽ രണ്ടു പേർക്കും എടുക്കാവുന്ന അർഹതയുള്ളതുണ്ട് പ്രകൃതിയിൽ. അത് മനുഷ്യന് മാത്രമല്ല, പാമ്പിനും പട്ടിക്കും ചെടിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിനപ്പുറം ചെയ്യുന്നത് മറ്റവരോടുള്ള പീഡനമാണ്. ആ അവകാശം ചെയ്യാതിരിക്കുന്നതും സ്വയം പീഡനമാണ്. ഇത് രണ്ടും തെറ്റാണ്. അവിടെയാണ് ബുദ്ധൻ പുതിയൊരു മാർഗം കണ്ടെത്തിയത്. അതിനെയാണ് ലോകം മധ്യമാർഗം എന്ന് വിളിച്ചത്. ബുദ്ധൻ്റെ ജീവിതം മുഴുവൻ മധ്യമാർഗമായിരുന്നു. അവനവൻ അവകാശപ്പെട്ടത് എടുക്കണം, എന്നാൽ മറ്റ് ജീവജാലങ്ങൾക്കും മറ്റുള്ളവർക്കും അവകാശപ്പെട്ടത് എടുക്കാൻ അനുവദിക്കുകയും വേണം. അതുകൊണ്ട് ഒരു രാജാവിൻ്റെ ആർത്തിയും തെറ്റാണ്. ഒരു യാചകൻ ഒന്നും എടുക്കാതെ അടിമയെപ്പോലെ പട്ടിണി കിടന്ന് മരിക്കുന്നതും തെറ്റാണ്. ഇത് രണ്ടിനുമിടയ്ക്കൊരു മാർഗമുണ്ട്. അതാണ് ശരിയായ മാർഗം. ആ ശരിയായ മാർഗം ബുദ്ധനെ പഠിപ്പിച്ചത് ബുദ്ധൻ തന്നെ പിന്നെ കപിലവസ്തുവിലെത്തുമ്പോൾ ബുദ്ധൻ്റെ അച്ഛനോടും ബുദ്ധൻ്റെ അമ്മയോടും ഭാര്യയോടും ബന്ധുക്കളോടും പറയുന്നുണ്ട്. ആ മാർഗം ബുദ്ധനെ പഠിപ്പിച്ചത്, ബുദ്ധനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന 13 വയസ്സുകാരി സുജാതയാണ്. എല്ലാവരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. അതും ബുദ്ധൻ്റെ ഒരു ലക്ഷണമൊത്ത പഠന രീതി ബുദ്ധൻ ജീവിതത്തിൽ ആവിഷ്കരിച്ചതാണ്. വലിയവരിൽ നിന്നും മാത്രം, ഗുരുവിൽ നിന്നും മാത്രം, അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ളവരിൽ നിന്നും മാത്രമല്ല, എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ട്. ആഹാരം എന്താണെന്ന് ബുദ്ധനെ പഠിപ്പിച്ചത്, മധ്യമാർഗം എന്താണെന്ന് ബുദ്ധനെ പഠിപ്പിച്ചത് ഈ 13 വയസ്സുള്ള സുജാതയാണ്. അപ്പോൾ 13 വയസ്സുള്ള സുജാത ബുദ്ധൻ യശോധരയോടും ഗൗതമിയോടും പിന്നെ പറയുന്നത്, അത് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പെറ്റമ്മ കഴിഞ്ഞാൽ പിന്നെ എന്നെ ആഹാരം തന്ന് എൻ്റെ ജീവിതം ഉറപ്പാക്കിയ അമ്മ ആ 13 വയസ്സുള്ള സുജാതയാണ്. ബുദ്ധൻ പറയുന്നത് 2 ആഹാരം മാത്രമേ അദ്ദേഹം മറക്കാതുള്ളൂ. രണ്ടാമത്തെ ആഹാരം മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആഹാരമാണ്. അതിൽ ആഹാരം മനുഷ്യന് ചിലപ്പോൾ പലതുമാകാം. ഒരാഹാരം ചിലപ്പോൾ നമുക്ക് അമൃതാവും. ആഹാരം അമൃതാവുന്ന ഒരവസ്ഥ ബുദ്ധൻ കണ്ടത് ഈ സുജാത കൊടുത്ത ആഹാരമാണ്. ചിലപ്പോൾ നമുക്ക് ആഹാരം വിഷമാവും, ചിലപ്പോൾ നമുക്ക് ആഹാരം മരുന്നാവും, ചിലപ്പോൾ നമുക്ക് ആഹാരം മാത്രമാവും. അപ്പോൾ അതുകൊണ്ട് ഈ ആഹാരം അമൃതാകുന്നത് ബുദ്ധൻ തിരിച്ചറിഞ്ഞത് സുജാത കൊടുത്ത പാൽക്കഞ്ഞി കഴിച്ച
ബുദ്ധനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ ആഹാരമാണ്. അപ്പം അവിടെ ബുദ്ധൻ മധ്യമാർഗം, അത് പിന്നെ ബുദ്ധൻ വിശദീകരിക്കുന്നുണ്ട്. തീ കൂടുതലാണ്, തീ ആവശ്യമാണ്, പക്ഷേ തീ ഒട്ടുമില്ലാതെ, ചൂടൊട്ടുമില്ലാതായാൽ നമ്മൾ മരിച്ചു പോകും. എന്നാൽ തീ കൂടിയാലും നമ്മൾ മരിച്ചു പോകും. വെള്ളം, നമുക്കൊരുപാട് ദാഹം വരുമ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. പക്ഷേ നമ്മൾ കടലിൽ വീണാലും മരിച്ചു പോകും. കാറ്റ് അതുപോലെയാണ്. ചെറിയ കാറ്റടിച്ചാൽ നമുക്ക് സുഖമാണ്, പക്ഷേ വായുവോ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും. എന്നാൽ നമ്മുടെ എല്ലാം തകർക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ടായാലും നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് വായു നല്ലതാണ്, വെള്ളം നല്ലതാണ്, ചൂട് നല്ലതാണ്, തണുപ്പ് നല്ലതാണ്. പക്ഷേ അതൊരു മധ്യമാർഗത്തിലെ, അധികമാകാതെയും ഒട്ടുമില്ലാതെയും ആകുന്ന ഒരവസ്ഥയിലാണ് അത് മനുഷ്യജീവൻ്റെ സുഹൃത്തും ബന്ധുവും രക്ഷകനുമാകുന്നത്. അപ്പം ഈ മധ്യമാർഗത്തെക്കുറിച്ച് ബുദ്ധൻ ജീവിതാവസാനം വരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മധ്യമാർഗം ബുദ്ധൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുന്നത് ഒരു 13 വയസ്സുകാരി പെൺകുട്ടി ബുദ്ധനെ ഒരു തുള്ളി പാൽക്കഞ്ഞി കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ബുദ്ധൻ ആലോചിച്ചു, ഇങ്ങനെ സ്വയം പീഡനം നടത്തി കാട്ടിലൂടെ നടന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതുപോലെ എനിക്ക് ഈ ദുഃഖത്തിൻ്റെ കാരണമെന്തെന്ന് കണ്ടെത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇനി നടക്കുകയല്ല വേണ്ടത്, എവിടെയെങ്കിലും ഇരിക്കണം. ഇരിക്കുമ്പോൾ ബുദ്ധൻ നിശ്ചയിച്ചത്, നമ്മൾ കുറച്ച് കുഴപ്പക്കാരാവുന്നത്, നമ്മൾ ചെറിയ തെറ്റിലേക്ക് പോകുന്നത് നമ്മൾ എണീച്ച് നിൽക്കുമ്പോഴും നടക്കുമ്പോഴുമാണ്. മറ്റൊരാളെ ആക്രമിക്കാൻ നമുക്ക് തോന്നുന്നതും അപ്പോഴാണ്. ചില വലിയ ആഗ്രഹങ്ങൾ തോന്നുന്നതും അപ്പോഴാണ്. ആ ആഗ്രഹങ്ങളൊന്ന് കുറയ്ക്കാൻ നല്ലത് ഇരിക്കുക എന്നതാണ്. അത് ഇന്ത്യയിലെ സന്യാസി വര്യന്മാർ ഇരുന്നത് പോലെ ഒരു പ്രത്യേക തരത്തിൽ കാലെല്ലാം മടക്കി നമ്മൾ ആസനസ്ഥരായാൽ നമുക്ക് നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് വേറൊരാളെ ആക്രമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. ആ അവസ്ഥയുണ്ടായാൽ നമ്മുടെ മനസ്സിലെ ചിന്തകൾ തന്നെ കുറച്ചുകൂടെ ക്ഷമയുള്ള, സൗന്ദര്യമുള്ള രീതിയിലാവും. അപ്പോൾ ബുദ്ധൻ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സുജാത പല ദിവസങ്ങളിലും ബുദ്ധൻ ഒരു നേരത്തെ ആഹാരം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം ബുദ്ധൻ്റെ ആരോഗ്യമെല്ലാം വീണ്ടും കിട്ടി. ബുദ്ധൻ കൂടുതൽ സുന്ദരനായി. അപ്പോൾ പല സ്ഥലത്ത് ഇങ്ങനെ പലപ്പോഴായി പല മരച്ചുവെട്ടുകളിൽ ഉറങ്ങിപ്പോയ ബുദ്ധൻ്റെ കൂട്ടുകാർ ബുദ്ധനെ കാണാതെ, ബുദ്ധനല്ല അന്ന് ഗൗതമനാണ്, ഗൗതമനെ കാണാതെ ഗൗതമനെ തേടിയെത്തിയപ്പോൾ ഗൗതമൻ ഇങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് സുന്ദരനായി ഇരിക്കുകയാണ്. അവരെല്ലാം ആണെങ്കിൽ മെലിഞ്ഞ് ഉണങ്ങി കരിയില പോലെ നടക്കുകയാണ്. മാത്രമല്ല ബുദ്ധൻ ഈ സുജാത കൊണ്ടുവന്ന് കൊടുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധനെക്കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായം വന്നു. അവർ പറഞ്ഞു, ഇയാൾ വഞ്ചകനാണ്, ഇയാൾ സുഖത്തിൻ്റെ വഴിയിലേക്ക് പോയവനാണ്, ഇയാൾ നമ്മുടെ കൂട്ടത്തിലുള്ള അന്വേഷണത്തിൽ നിന്നും മാറിയവനാണ്. അതുകൊണ്ട് ചതിയനായ ഇയാളെ ഇനി കൂട്ടത്തിൽ കൂട്ടേണ്ടതില്ല. അങ്ങനെ അവർ 5 പേരും ഗൗതമനെ വിട്ടുപോകാൻ തീരുമാനിച്ചു. വിട്ടുപോകാൻ ഗൗതമൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഒരുപക്ഷെ കൂട്ടത്തിൽ കൂട്ടാൻ ഇഷ്ടമല്ലെങ്കിൽ വിട്ടുപോകാം. പക്ഷെ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. നമ്മൾ 6 പേരും അന്വേഷിച്ച് നടന്ന ദുഃഖത്തിൻ്റെ കാരണമായ സത്യം കണ്ടെത്തിയാൽ അത് എന്നെ കൂടി അറിയിക്കണം. കാരണം നമ്മൾ ഇത്ര കാലം ഒരുമിച്ച് നടന്നവരാണ്. ഞാനാണ് കണ്ടെത്തുന്നതെങ്കിൽ ഞാൻ തേടി വന്ന് നിങ്ങളെ ആ കാര്യം അറിയിക്കും. അവരത് കേൾക്കാതെ അവർ നടന്നു പറഞ്ഞു. ബുദ്ധനപ്പം സുജാതയോട് പറഞ്ഞു, ഞാൻ ഇനി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇരിക്കുന്നത് ആ ദൂരെ കാണുന്ന പിപ്പലാ വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കും. ആ ചുവട്ടിലിരിക്കുമ്പോൾ എനിക്ക് ആഹാരം തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരം ആഹാരം അവിടെ എത്തിക്കണം. ഞാൻ അവിടെ ധ്യാനത്തിലിരിക്കും. ബുദ്ധൻ അതിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരുന്നു. അപ്പോൾ സുജാത പിറ്റെന്ന്
കഞ്ഞിയുമായി വന്ന് നോക്കുമ്പം സുജാതയ്ക്ക് തോന്നി 2 പേർ തപസ് ചെയ്യുന്നത്. ഒന്ന് നിന്നുകൊണ്ട് തപസ് ചെയ്യുന്ന ആ മരമാണ്, 2 അതിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യുന്ന ഗൗതമനാണ്. അതും ആദ്യം കാണുന്നതും ആദ്യം അങ്ങനെ പറയുന്നതും സുജാതയാണ്. അപ്പോൾ അവിടെയാണ് ബുദ്ധൻ്റെ ഈ പാലി ഭാഷയിൽ മരത്തെ ഗുരുവാക്കിയ ആദ്യത്തെ മനുഷ്യൻ ബുദ്ധനാണ്. അപ്പോൾ ഈ സുജാതയ്ക്ക് തോന്നിയ ആ മരം ഒരമ്മ മകനെ ആശീർവദിക്കുന്നത് പോലെ നിന്നുകൊണ്ട് ബുദ്ധനെ അതായത് ഗൗതമനെ ആശീർവദിക്കുന്നുണ്ട്. അതിൻ്റെ ഇലകൾ വിശറിയായി മാറുന്നുണ്ട്, അത് കാവലായി തീരുന്നുണ്ട്. അവിടെ കാറ്റ് പതുക്കെ വന്ന് ബുദ്ധന് വീശി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സുജാതയുടെ ഒരു ഓർമ്മയാണ്. ആ ഓർമ്മ പങ്കുവയ്ക്കുന്നത് അവിടെ പിന്നെ ബുദ്ധൻ്റെ ശിഷ്യനായി മാറിയ ഒരു ദളിത് ബാലനുണ്ട്, അയാളുടെ പേര് സ്വസ്തി എന്നാണ്. അപ്പം ഇത് അവരിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ബുദ്ധൻ അവിടെ ഇരിക്കുകയാണ്, മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. ഇരുന്ന് ബുദ്ധൻ ഈ ആഹാരം കഴിക്കുന്ന നേരവും അത്യാവശ്യം ഇരുന്ന് തന്നെ ഉറങ്ങാത്ത നേരവും ബുദ്ധൻ ചുറ്റുപാടുകളെ പഠിക്കുകയാണ്. അത് തലയ്ക്കും ദിവസം നടന്ന് അല്ലെങ്കിൽ ആ കാട്ടിലൂടെ അലഞ്ഞ് പഠിച്ചതുപോലല്ല. ബുദ്ധൻ പഠിക്കുന്നത്, ബുദ്ധൻ മാനത്തെ കാണുന്നത് കാട്ടിൽ കണ്ടതുപോലല്ല. കാടിനെ കാണുന്നതും തലയ്ക്കും ദിവസമോ അല്ലെങ്കിൽ അതിനു മുമ്പോ കണ്ടതുപോലല്ല. ഒരു പുതിയ സൗന്ദര്യം അതിനുണ്ടെന്ന് ബുദ്ധന് തോന്നി. കാടിന് കാടിൻ്റേതായ ഒരു ഭംഗിയുണ്ടെന്ന് തോന്നി. അവിടെ മേയുന്ന പശുക്കൾക്ക് നടത്തത്തിനും ആഹാരം കഴിക്കുന്നതിനും ഒരു താളമുണ്ടെന്ന് തോന്നി. അടുത്ത് വന്നിരിക്കുന്ന കൊക്കിന്, പക്ഷികൾക്ക് ആഹാര സമ്പാദനത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും തർക്കമില്ലാത്ത ഒരു ഒത്തൊരുമയുണ്ടെന്ന് തോന്നി. ആ ഒരുമയ്ക്കൊരു സംഗീതമുണ്ടെന്ന് തോന്നി. വയലിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ വയലിലെ നെൽച്ചെടികൾ ഇങ്ങനെ ആടുന്നതിന് ഒരു നൃത്തമാടലിൻ്റെ സ്വഭാവമുണ്ടെന്ന് തോന്നി. അപ്പോൾ പ്രകൃതിയിൽ ഇത്ര മനോഹരമായി ഇതെല്ലാം അതിനു മുമ്പ് ബുദ്ധൻ കണ്ടിട്ടില്ല. അപ്പം ബുദ്ധന് തോന്നി, എൻ്റെ കണ്ണുകൾക്ക് പുതിയ കാഴ്ച കിട്ടിയതാണോ, അതോ എൻ്റെ മനസ്സിൽ ചില പരിവർത്തനങ്ങൾ നടക്കുന്നതാണോ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഗൗതമൻ ചിന്തിച്ചു. അദ്ദേഹം ചിന്തിച്ചിട്ട് അദ്ദേഹം മാനത്ത് വൈകിട്ട് നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾ എന്തോ പറയുന്നതായി തോന്നി. ഈ ഇലയും മരവും ഒക്കെ എന്തോ മിണ്ടുന്നതായി തോന്നി. കാറ്റ് എന്തോ പാടുന്നതായി തോന്നി. അപ്പം ബുദ്ധന് തൻ്റെ പൂർവജന്മങ്ങളെയും തൻ്റെ മരണത്തെയുമെല്ലാം ഭയമില്ലാതെ മറികടക്കാനുള്ള ഒരു മാനസികമായ വിശാലതയും ചിന്തയും ബുദ്ധൻ്റെ മനസ്സിൽ നിറഞ്ഞു. അപ്പോൾ ബുദ്ധൻ സ്വാഭാവികമായി പതുക്കെ പതുക്കെ ബുദ്ധൻ മാറുന്നതായി തോന്നി. പുറത്താണോ അകത്താണോ ഒരു ഇടിവെട്ടി മഴ പെയ്യുന്നതായി തോന്നി. അപ്പോൾ അകവും പുറവും നനയുന്നില്ല എന്ന് തോന്നി. വലിയ കാറ്റ് വീശുന്നതായി തോന്നി, പക്ഷേ അത് തന്നെ ബാധിക്കുന്നില്ല എന്ന് തോന്നി. അങ്ങനെ തോന്നിയ അവസരത്തിലാണ് ബുദ്ധൻ്റെ ആഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന ഇന്ദ്രിയങ്ങൾ തനിക്ക് നഷ്ടപ്പെടുന്നതായി തോന്നി. ആ ദിവസം പിറ്റേന്ന് രാവിലെ ബുദ്ധനെ കാണാൻ 2 പഴവും ചെറിയ പാൽക്കഞ്ഞിയുമായി സുജാത എത്തുമ്പോൾ സുജാതയാണ് ആദ്യം ബുദ്ധനെ കണ്ട് അന്തം വിട്ടു നിൽക്കുന്നത്. മറ്റൊരു മനുഷ്യരിലും കാണാത്ത ഒരു പ്രകാശം ബുദ്ധൻ്റെ മുഖത്തുണ്ടെന്ന് തോന്നി. തലയ്ക്കും ദിവസം കണ്ട ഗൗതമനല്ല ഈ മനുഷ്യനെന്ന് തോന്നി. ഗൗതമനല്ല ഈ മനുഷ്യനെന്ന് തോന്നിയപ്പോൾ സുജാത ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നത് കണ്ടപ്പോൾ ബുദ്ധന് മനസ്സിലായി, തന്നിലെന്തോ മാറ്റം ഉണ്ടായിരിക്കുന്നു. ചരിത്രത്തിലെ ഗൗതമൻ ഇല്ലാതായിരിക്കുന്നു, വേറൊരാളായി താൻ മാറിയിരിക്കുന്നു. അദ്ദേഹം സുജാതയോട് പറഞ്ഞു, എന്നിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് സുജാതയ്ക്ക് തോന്നുന്നു. അപ്പോൾ സുജാത പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു. ഇന്നലെ കണ്ട ഗൗതമനല്ല ഇന്ന് കാണുന്ന ഗൗതമൻ. ഇന്ന് കാണുന്ന ഗൗതമൻ്റെ മുഖത്ത് ഇന്നലെ വരെ ഇല്ലാത്ത, നിങ്ങളിൽ മാത്രമല്ല ഒരു മനുഷ്യനിലും ഇല്ലാത്ത ഒരു പ്രകാശമുണ്ട്. അത് ബാക്കിയുള്ള എല്ലാ മനുഷ്യരിലും ഒരുപക്ഷെ അകത്തുള്ളതായിരിക്കാം.
പക്ഷേ ആരിലും അത് പുറത്തു വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഒരാളിൽ ഇങ്ങനെ ഒരു സമ്പൂർണ്ണ പ്രകാശം മുഖത്ത് കാണുന്നത്. ഇത് എത്ര ഒരുങ്ങിയാലും ഒരു രാജാവിലോ ഒരു സുന്ദരിയായ സ്ത്രീയിലോ ഒന്നും കാണുന്നതല്ല. ഇതാദ്യമായി കാണുന്നത് നിങ്ങളിലാണ്. ഒരുപക്ഷെ ഒരു ഭയവുമില്ലാത്ത ഒരാളിൽ കാണുന്ന ഒരു പ്രകാശം. ഒരു പൂത്തുമ്പിക്ക് പോലും ഇത്ര അഴകുള്ള ഒരു പ്രകാശം മുഖത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഇന്നലെ കണ്ട ആളല്ല, നിങ്ങൾ വേറൊരാളാണ്. അപ്പം ബുദ്ധൻ പിന്നെ സുജാതയോട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എന്നെ ഇനി ഇന്നലെ വിളിച്ച പേരിൽ വിളിക്കാൻ പാടില്ല, ഞാൻ വേറൊരാളാണ്. അപ്പം സുജാത ചോദിച്ചു, എന്ത് വിളിക്കണം? അപ്പം ബുദ്ധൻ പറഞ്ഞു, ഞാൻ ഒരു പുതിയ ബോധം കണ്ടെത്തിയവനാണ്. അപ്പം മഗധി ഭാഷയിൽ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന വാക്കാണ് ബുദ്ധൻ എന്ന്. അപ്പം സുജാത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഗൗതമ ബുദ്ധൻ എന്ന് വിളിക്കാം. നിങ്ങൾ പുറത്തു ഗൗതമനും അകത്ത് ബുദ്ധനുമാണ്. ബുദ്ധൻ അത് അംഗീകരിച്ചു. ബുദ്ധൻ പറഞ്ഞു, ഗൗതമ ബുദ്ധൻ എന്നെ വിളിച്ചോളൂ എന്ന്. അങ്ങനെ ആദ്യം സുജാതയാണ് ഗൗതമ ബുദ്ധൻ എന്ന് ഗൗതമനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന കാരണങ്ങൾ ഞാൻ കണ്ടെത്തി. അപ്പോൾ സുജാതയ്ക്കത് മനസ്സിലായില്ല. അപ്പം ചിലരെല്ലാം സുജാതയും ബുദ്ധനും നിൽക്കുന്നത് കണ്ട് വന്നുകൂടി. അവർക്കും ബുദ്ധൻ പറഞ്ഞ മാർഗങ്ങൾ മനസ്സിലായില്ല. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ മനുഷ്യൻ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഒരുപക്ഷെ ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നൊരു മനുഷ്യനാണ്. അവരെല്ലാം അദ്ദേഹത്തെ വണങ്ങി. ബുദ്ധൻ എണീറ്റിട്ട് പറഞ്ഞു, എനിക്കൊരു വാക്ക് പാലിക്കേണ്ടതുണ്ട്. അത് എന്നോടൊപ്പം സഞ്ചരിച്ച് ഈ ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിച്ച 5 പേരെ എനിക്ക് കണ്ടെത്തണം. സ്വാഭാവികമായി അവരിപ്പം ജീവിക്കുന്നത് ഗംഗ വിശാലമായി കായൽ പോലെ കിടക്കുന്ന, ആ കാലത്തെ സന്യാസിമാരെല്ലാം കൂടി നിൽക്കുന്ന, അവരുടെ ചിന്താഭദ്രമായ ഋഷി ജീവിതത്തിന് സാക്ഷിയാകുന്ന ഗംഗ കൂടെയുള്ള വാരണാസിയിലാവും. അതുകൊണ്ട് എനിക്ക് വാരണാസിയിലെത്തണം. അവിടെ ആയിരിക്കും മിക്കവാറും എൻ്റെ കൂടെയുള്ളവർ ഇപ്പം കഴിയുന്നത്. അതുകൊണ്ട് വാരണാസിയിലെത്തി എനിക്കവരെ കാണണം. അപ്പോൾ സുജാതയ്ക്ക് തോന്നി, ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആത്മാവ് സ്വാംശീകരിച്ച് കൈവശം സൂക്ഷിക്കുന്ന ഒരാളാണ് ബുദ്ധൻ. അയാളുടെ ഏതൊക്കെയോ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള തെറ്റുകൾ പടം പൊഴിയുന്നത് പോലെ ഇവിടെ കൊഴിഞ്ഞു വീണു. അയാളുടെ ജീവിത വൃക്ഷത്തിലെ എല്ലാ തെറ്റായ ഇലകളും കരിഞ്ഞു പോയിരിക്കുന്നു. അവിടെ ഇപ്പോഴുള്ളത് ആനന്ദലതകൾ മാത്രമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങനെ പോകുന്നത് ആവശ്യമായിരിക്കും. എന്നാലും സുജാതയ്ക്ക് തോന്നി, അവിടെയുള്ള മനുഷ്യർക്കും തോന്നി, അവരുടെ ദൈവമാണ് നടന്നു മറഞ്ഞു പോകുന്നത്. ബുദ്ധൻ അവിടെ നിന്നാണ് വാരണാസിയിലേക്ക് നടക്കുന്നത്. വാരണാസി എന്ന് വെച്ചാൽ കാശിയാണ്. കാശിയിൽ ഒരാൾ പോകുന്നത് മിക്കവാറും മരിക്കാനാണ്. പക്ഷേ ബുദ്ധൻ കാശിയിലേക്ക് പോയത് ദുഃഖത്തിൻ്റെ മരണം എന്തെന്ന് അവരെ അറിയിക്കാനാണ്. എന്നിട്ട് സന്തോഷത്തിൻ്റെ ജീവൻ എങ്ങനെയെന്ന് അവരോട് പറയാനാണ്. അല്ലാതെ സാധാരണ മനുഷ്യൻ പോകുന്ന പോലെ ഗംഗയിൽ മുങ്ങി മരിക്കാനല്ല ബുദ്ധൻ പോയത്. ഗംഗയിൽ ദുഃഖത്തെ മുക്കിക്കൊല്ലാനാണ്. എന്നിട്ട് ദുഃഖമില്ലാത്ത ഒരു ജീവിതത്തെ അവിടെ നിന്ന് കണ്ടെടുക്കാനാണ്. ഈ ഉരുവേലയിൽ നിന്ന് വാരണാസിയിലേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. 12 ദിവസം കൊണ്ടാണെന്ന് പറയുന്നു ബുദ്ധൻ അവിടെ നടന്നെത്തി. ബുദ്ധൻ നടന്നെത്തുമ്പോൾ അവിടെ സ്വാഭാവികമായി ഒരുപാട് സന്യാസിമാരും ധാരാളം ആൾക്കാരും, ഇതിനൊക്കെ അപ്പുറം ഗംഗയും. പാലി സാഹിത്യം തന്നെ പറയുന്നത് 2 അവിടെ ഉള്ളത്. 1 ജലത്തിൻ്റെ സംയോജനം, 2 ചിന്തയുടെ സംയോജനം.
ഇത് രണ്ടുമാണ് അന്നും ഇന്നും വാരണാസി അല്ലെങ്കിൽ കാശി. അവിടെ ബുദ്ധൻ എത്തിയപ്പോൾ ഈ ബുദ്ധൻ്റെ മുഖത്തെ ഈ പ്രസാദാത്മകതയും ബുദ്ധൻ ഒരു സന്യാസിയുടെ സമ്പൂർണതയിലേക്ക് എന്ന് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാവുന്ന നടത്തത്തിലും അദ്ദേഹത്തിൻ്റെ മുഖത്തും അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്താളത്തിലും അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഏതൊക്കെയോ തടാകം, പ്രകാശങ്ങളുടെ തടാകം വന്ന് നിറയുന്നത് പോലുള്ള ആ കണ്ണിൻ്റെ ആഴത്തിലുമെല്ലാം കണ്ടവരെല്ലാം അദ്ദേഹത്തെ എണീറ്റ് വണങ്ങി. ഇപ്പോഴും അങ്ങനെയാണ്. ഈ സന്യാസിമാരെ കണ്ടാൽ വണങ്ങാനുള്ള ഒരു മോഹം ഇന്ത്യയിൽ ചിലയിടത്തുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് കാശിയിലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ഈ 5 പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ദൂരെ നിന്ന് ഗൗതമനെ കണ്ടപ്പോൾ മുഖത്ത് പ്രകാശമെല്ലാം ഉള്ളപ്പോഴും അവർക്ക് തോന്നി ഇവൻ ചതിച്ചവനാണ്. അതുകൊണ്ട് അവർ പരസ്പരം പറഞ്ഞു, അവൻ വരുന്നുണ്ട്, അവൻ നമ്മളെ വഞ്ചിച്ചവനാണ്, അവൻ വരുമ്പോൾ എണീക്കാൻ പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല, ബഹുമാനിക്കാൻ പാടില്ല, കാരണം അവൻ നമ്മളെ ചതിച്ചവനാണ്. പക്ഷേ ഈ ബുദ്ധനെ കണ്ട അവിടെയുള്ള സന്യാസിമാരുൾപ്പെടെ എല്ലാവരും എണീറ്റ് വണങ്ങി. അവർക്കാർക്കും ബുദ്ധനെ അറിയല്ല, പക്ഷേ അവർക്ക് കണ്ടപ്പോൾ തോന്നി ഒരു വ്യത്യസ്ത മനുഷ്യനാണെന്ന്. ഇവർ 5 പേരും നോക്കാതെ, ബുദ്ധനെ നോക്കാതെ നിലത്ത് നോക്കി ഇരുപ്പുറപ്പിച്ച് എണീക്കാതിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഈ ബുദ്ധനെ കണ്ടിങ്ങനെ എണീറ്റ് വണങ്ങി വരുമ്പം അവരെല്ലാം നോക്കുമ്പം ബുദ്ധനെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ എണീക്കാതെ, വണങ്ങാതെ, ബഹുമാനിക്കാതെ ഇരിക്കുന്ന ഈ 5 പേരോട് പൊതുജനങ്ങൾക്ക് ഒരുതരം പുച്ഛം തോന്നി. നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ വരുമ്പം എണീക്കാതെ, ഏതെങ്കിലും ബഹുമാനിക്കേണ്ട മനുഷ്യൻ വരുമ്പം എണീക്കാതെ ഇരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ പരിചയമുള്ളവരായിരിക്കും. അതായത് ആവശ്യമില്ലാത്ത പക കൊണ്ടു കിടക്കുന്നവരായിരിക്കും. ഒരു നല്ല മനുഷ്യനെ കാണുമ്പോൾ പേരും നാളും ഒന്നും അറിയില്ലെങ്കിലും, അദ്ദേഹം എവിടത്തുകാരനെന്ന് അറിയില്ലെങ്കിലും ചിലപ്പം നമുക്ക് അറിയാതെ ബഹുമാനിക്കാൻ തോന്നും. നമ്മളെവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരു അമ്മ, ഒരു 19 വയസ്സുള്ള അമ്മ ഇങ്ങനെ ഒരു കുളിച്ച് ഒരു കുറിയൊക്കെ തൊട്ട്, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ഒരു അമ്മച്ചി, അങ്ങനെ വരുമ്പം നമുക്കുണ്ടാകുന്ന അകത്ത് ഒരു ആദരവിൻ്റെ ഭാവമുണ്ട്, ഒരു ആദരിക്കണമെന്ന തോന്നലുണ്ട്. അതാണ് ശരി. അതൊരു പ്രകൃതിയുടെ ശരിയാണ്. ചിലർ ആ ശരിയിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കും. അങ്ങനെ മനഃപൂർവ്വം മാറി നിന്ന 5 പേര് അവിടെ ഉണ്ടായിരുന്നു. അവരൊഴിച്ച് ബാക്കി എല്ലാവരും എണീറ്റു. അവസാനം ബുദ്ധൻ്റെ ആദ്യ സ്നേഹിതനായ കോടണ്ണൻ ബുദ്ധനെ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇത്ര നിഷ്കളങ്കതയുള്ള ഒരു മുഖം, ഇത്ര പ്രകാശമാനമായ ഒരു മുഖം താൻ കണ്ടിട്ടില്ല. അയാൾ അറിയാതെ എണീറ്റ് വണങ്ങി. ഓരോരുത്തരായി തൊട്ടടുത്തുള്ള പഴയ കൂട്ടുകാരായ 5 പേരും എണീറ്റ് വണങ്ങി. ബുദ്ധൻ അവിടെ വന്ന്, മറ്റുള്ളവരെയൊന്നും ബുദ്ധന് പരിചയമില്ല. ബുദ്ധൻ ഈ 5 പേരെ കണ്ടിട്ട് ആ 5 പേരോട് പറഞ്ഞു, എൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങളാണ് എൻ്റെ ആദ്യ സ്നേഹിതന്മാർ. നിങ്ങളും ഞാൻ ഒരുമിച്ചാണ് ഒരു കാര്യം അന്വേഷിച്ചത്. നമുക്ക് 5 പേർക്കും വേണ്ടിയല്ല ആ കാര്യം അന്വേഷിച്ചത്, മനുഷ്യരാശിക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിന് വേണ്ടിയാണ്. ഞാനത് കണ്ടെത്തി. എനിക്ക് എൻ്റെ അച്ഛനോടോ അമ്മയോടോ എൻ്റെ ബന്ധുക്കളോടോ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ ബാധ്യതയുള്ളത് നിങ്ങളോടാണ്. അത് പറയാൻ നിങ്ങളെ തേടിയാണ് ഞാൻ ഈ കാശിയിൽ വന്നത്. അതുകൊണ്ട് നമുക്കങ്ങോട്ട് മാറി ആ ദൂരെ നിൽക്കുന്ന വലിയ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിക്കാം. ബുദ്ധൻ മുമ്പേ നടന്നു. അവർക്ക് പിന്നെ നടക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നിടവും അന്ന് സംസാരിച്ചിടവുമാണ് ഇന്നത്തെ സാരാനാഥ്. അവിടെ അവർ 5 പേരോട്, കോടണ്ണനോട് ബുദ്ധൻ പറഞ്ഞു, ഞാൻ കണ്ടെത്തി, എല്ലാ മനുഷ്യനെയും തടവറയിലാക്കുന്ന ഒന്ന് നമുക്കകത്തുള്ളതാണ്. നമ്മുടെ ശത്രുക്കളെല്ലാം നമുക്കകത്താണ്, നമ്മുടെ മിത്രങ്ങളെല്ലാം നമുക്ക് പുറത്താണ്. വന്യമെന്ന് തോന്നുന്ന നമ്മുടെ കണ്ണിന്
ആ കണ്ണിൻ്റെ ധാർമ്മിക കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പുറത്തൊരുപാട് ശത്രുക്കളുണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ എല്ലാ ശത്രുക്കളും നമുക്കകത്താണ്. ആ ശത്രുക്കളാണ് ആഗ്രഹങ്ങളായി നമ്മളെ തടവറയിലിട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആഗ്രഹങ്ങളാകുന്ന ശത്രുക്കളെ അകത്ത് നിന്ന് പുറത്താക്കി അവരെ തടവറയിലാക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ തടവറയിലാണ്, അത് ആഗ്രഹങ്ങളുടെ തടവറയിലാണ്. ആ തടവറ സൃഷ്ടിക്കുന്നത് നമുക്കകത്താണ്. ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന പഞ്ചേന്ദ്രിയങ്ങളെ നിഷേധിക്കണമെന്നല്ല, പക്ഷെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. അതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് നമ്മളെ വീണ്ടെടുക്കാൻ പറ്റും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുറത്തൊരാൾ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമല്ല. നമ്മൾ ആഗ്രഹങ്ങളുടെ തടവറയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുക എന്നതാണ്. അതിൻ്റെ അർത്ഥം അത് നമുക്ക് സാധ്യമാണ്. പക്ഷേ നമ്മൾ മാറണം. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ ആർക്കും നിരോധിക്കാൻ പറ്റുകയല്ല, പക്ഷെ നിയന്ത്രിക്കാൻ പറ്റും പരിശീലനം കൊണ്ട്. ആ പരിശീലനം നമ്മൾ കഴിക്കുന്നതിൽ, നടക്കുന്നതിൽ, ശ്വാസം എടുക്കുന്നതിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ നാവിൽ എല്ലാം ഉണ്ടാവണം. എല്ലാം ഉണ്ടായാൽ നമുക്ക് നമ്മളെ വീണ്ടെടുക്കാം. ഞാനത് ഇരുന്ന് തപസ് ചെയ്ത് ഒരു മരത്തിൻ്റെയും ആ മരത്തിൻ്റെ ആത്മാവിനെയും തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മരത്തോട് പോലും മിണ്ടാൻ, മരം എന്നോടും മിണ്ടാൻ കഴിയുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി. ഒറ്റ കാര്യം കൊണ്ടാണത് കിട്ടിയത്. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ അകത്ത് നിന്ന് പുറത്താക്കി. ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ഞാൻ നിയന്ത്രിച്ചു. ഞാൻ മറ്റൊരാളായി. എന്നെ ഒരു കുട്ടി ഗൗതമ ബുദ്ധൻ എന്ന് വിളിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ തഥാഗതനാണ്. നിങ്ങൾക്കുമാകാൻ പറ്റും. കാരണം അദ്ദേഹം പറഞ്ഞു, 3 ആര്യസത്യങ്ങളാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത്. ആര്യസത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്ന സത്യങ്ങൾ. ഒന്ന്, ജീവിതം ദുഃഖമാണ്. ആ ദുഃഖം നമുക്ക് തരുന്നത് നമ്മൾ തന്നെയാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് അവർ ദുഃഖം കൊടുക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങളും മറ്റ് മനുഷ്യരല്ല, അവൻ കൂടി സംഭാവന ചെയ്യുന്നതാണ്. നമ്മൾ അടിമയാകണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരു ലോകശക്തിക്കും നമ്മളെ അടിമയാക്കാൻ പറ്റുകയില്ല. നമ്മളെ അടിമയാക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ തടവറയിലാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതം ദുഃഖമാണ്. ആ ദുഃഖത്തെ നിരാകരിക്കാൻ നമുക്ക് പറ്റും. ദുഃഖത്തെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും. അതിന് അഷ്ടമാർഗങ്ങളാണ് ഞാൻ ഉപദേശിക്കുന്നത്. അപ്പം അദ്ദേഹം കോടണ്ണനോട് ചോദിച്ചു, മനസ്സിലായോ എന്ന്. ആദ്യം അതെല്ലാം മനസ്സിലായത് കോടണ്ണനാണ്. അദ്ദേഹവും ബുദ്ധനും കൂടെ ചേർന്ന് മറ്റ് 4 പേരെയും പഠിപ്പിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ ബുദ്ധൻ്റെ ജീവിതത്തിലെ ആദ്യ ശിഷ്യന്മാർ ആ 5 പേരായി. ബുദ്ധൻ അങ്ങോട്ട് പോയത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ബുദ്ധന് ചില ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കാണുക, അവരോട് പറയുക. പക്ഷെ അവരുടെ നിർബന്ധം കൊണ്ടും അവിടുത്തെ ജനങ്ങളുടെ നിർബന്ധം കൊണ്ടും 10 ദിവസം ബുദ്ധൻ വാരണാസിയിൽ താമസിച്ചു. അവിടെ നിന്ന് 60 പേരെ ബുദ്ധന് ശിഷ്യനായി കിട്ടി. ആ 60 പേരിൽ ഗൃഹസ്ഥ ശിഷ്യനായി കിട്ടിയ വാരണാസിയിലെ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനായ ഒരാളിൻ്റെ മകൻ യാഷ, അയാൾ ജീവിതത്തിൽ ബുദ്ധനെ വന്ന് കണ്ടു പറഞ്ഞു, എനിക്ക് പണത്തിന് ലോഭമില്ല, എല്ലാ സുഖങ്ങളും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ അസ്വസ്ഥനാണ്. അയാളോടും ബുദ്ധൻ പറഞ്ഞു, നിൻ്റെ ശത്രു നീയാണ്. നീ തെറ്റായ ഒരുപാട് ആഗ്രഹങ്ങളുടെ തടവറയിലാണ്. അവിടെ നിന്ന് നീ രക്ഷപ്പെട്ടാൽ നിനക്ക് സന്തോഷം കിട്ടും. സുഖം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ മറുവശമാണ്. അതുകൊണ്ട് നീ സുഖം തേടിയാൽ നീ ചെന്നെത്തുന്നത് ദുഃഖത്തിലാണ്. പക്ഷേ നീ സന്തോഷം തേടിയാൽ ആദ്യം നീ നിൻ്റെ ആഗ്രഹങ്ങളെ ബലി കൊടുക്കുക. ആഗ്രഹങ്ങളെ ബലി കൊടുത്താൽ ഒരാൾക്ക് കിട്ടുന്നത് ആനന്ദമാണ്. ആനന്ദം കിട്ടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ആഗ്രഹങ്ങളെ ബലി കൊടുക്കുക.
അപ്പോൾ ആഗ്രഹങ്ങൾ ബലി കൊടുക്കാൻ നീ തയ്യാറാകണമെന്നാണ് നിന്നോടുള്ള എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ ആഗ്രഹങ്ങളെ ബലി കൊടുത്ത് നീ ആനന്ദം നേടിയാൽ ഞങ്ങളോടൊപ്പം നിനക്കും സഞ്ചരിക്കാം. അങ്ങനെ ഏകനായി കാശിയിൽ പോയ ബുദ്ധൻ അവിടെ പലവരുടെയും ആഗ്രഹങ്ങളെ അവിടെ ഗംഗയിൽ മരണത്തിന് കൊടുത്തിട്ട് അവർക്ക് ആനന്ദം കൊടുത്ത് ബുദ്ധൻ ആ 60 പേരുമായിട്ടാണ് തിരിച്ച് യാത്രയാവുന്നത്. അങ്ങനെ ലോകത്തിൽ ഒരാളേ ഉണ്ടായിട്ടുള്ളൂ. കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഏകനായി 7 വർഷം കഴിഞ്ഞ് ഏകനായി തന്നെ കണ്ടെത്തിയതുമായി കാശിയിലേക്ക് പോയി അവിടെ ആഗ്രഹങ്ങളെ ഗംഗയിൽ ഒഴുക്കി. എന്നിട്ട് പുതിയ ആനന്ദത്തെ ഏറ്റുവാങ്ങി 60 പേരുമായി ഒറ്റയ്ക്ക് പോയി 60 പേരുമായി തിരിച്ച് ഉരുവേലയിലേക്ക് യാത്ര ചെയ്ത ബുദ്ധൻ ഇന്ത്യയുടെ സത്യത്തിൽ കർമ്മകാണ്ഡത്തിലെയും ധർമ്മകാണ്ഡത്തിലെയും ഒരേ ഒരു ഐശ്വര്യമായ ഒരുപക്ഷെ വഴികാട്ടിയായ ആദ്യ മനുഷ്യനാണ്. ആ ബുദ്ധൻ്റെ ബാക്കി കഥ നാളെ പറയാം.